നടക്കാവ് ഭാഗത്തൊക്കെ നടക്കാവ് പുതിയങ്ങാടി ഭാഗത്ത് ഹിന്ദുക്കളെ വീട്ടിൽ കല്യാണം ഉണ്ടായാൽ കല്യാണ തലേന്ന് എഴുതി വെക്കും അത്രേ, രാത്രി ഇവിടെ ഒരു പരിപാടിയും ഇല്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇത് എന്നോട് പറഞ്ഞത് TK പരീക്കുട്ടിയാജിന്റെ അനുജന. ഞാനൊക്കെ സനത് മുത്തസിലാക്കി പറയാം. അവരെ തറവാട് ഇവിടെ അവിടെ തന്നെ അല്ലേ, ഒരു കേക്കോത്തരാ കളതാനത്തിൽ. ഇത് എന്നോട് പറഞ്ഞത് TK പരീക്കുട്ടിയാജിന്റെ അനുജന. നല്ലോണം മനസ്സിലാക്കണം. ഞാൻ സനത് മുത്തസിലാക്കി പറയാം. TK മമ്മർ, TK പരീക്കുട്ടിയാജിന്റെ അനുജന്, പിന്നെ അവിടെ ആ ചാലിലെ അബ്ദുൽ ഖാദർ, നമ്മളെ കോഴിക്കോട്ടെ ദീനി പ്രവർത്തകനായ കോയ, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് എന്നോട് ഈ വർത്തമാനം പറഞ്ഞത്. നടക്കാവ് പുതിയങ്ങാടി ചാലിൽ ആ ഭാഗങ്ങളിലൊക്കെ ഹിന്ദു വീടുകളിൽ കല്യാണം ഉണ്ടായാൽ കല്യാണത്തലേന്ന് ഗേറ്റുമ്മൽ എഴുതി വെക്കും അത്രേ, രാത്രി ഇവിടെ ഒരു പരിപാടിയും. വർക്കട പറഞ്ഞേക്ക് രാത്രി ഒരു പരിപാടിയും ഇല്ല. നമ്മളവിടുത്തെ പരിപാടി എന്താ? എൻ്റെ കുട്ടിക്കാലത്ത് കല്യാണം രാത്രിയാ, അതുകൊണ്ട് തോറ്റിട്ടാവും പിന്നെ കല്യാണം പകലാക്കി. ഇപ്പോ പകലുമാണ്, അതിനേക്കാളും രാത്രിയാണ്. അങ്ങോട്ട് കുഴങ്ങി. ഒരു മകനോ മകളോ ഉണ്ടായാൽ കെട്ടിക്കലല്ല മനുഷ്യന്മാരെ പ്രശ്നം, മാനം കേടാതെ ആ കല്യാണം നാണ്ട് കഴിഞ്ഞിട്ട് എന്നുള്ളതാണ്. കാരണം ആ ജാതി ബലാല് മുസീബത്തായ മക്കളാണ് നാട്ടിലുള്ളത്. അവർ കയറി ഒക്കെ ആശാക്കും. ചിന്തിക്കും, എവിടെയും കുഴപ്പം, എവിടെയും കല്യാണത്തലേന്ന് മുഴുവനും നിരങ്ങുന്നു. എന്തൊക്കെ തമ്മാടിത്തരം. ഹിന്ദുവിന്റെ വീട്ടിൽ എഴുതി വെക്കുക കല്യാണത്തലേ മുഴുവൻ പരിപാടി ഇല്ല. 10-10:30 മണിക്ക് രാവിലെ വന്ന് കൂട്ടുകുടുംബാദികൾ വന്നിട്ട് അമ്പലത്തിൽ പോയി മാലട്ട് വന്ന് ഇലയിൽ ചോറും വിളമ്പി വലിയ പപ്പടവും ചോറും ഒക്കെ തിന്നിട്ട് ഒരു പോക്ക് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. കുറ്റിക്കാട്ടൂർ കുറ്റസന്താരിമി ഇന്ന ഒരു വയലിനുണ്ട് 4 മാസം മുമ്പ്. ഒരു ആചാര വീട്ടിൽ, കുറ്റിക്കാട്ടൂർ ഒരു ആചാര വീട്ടിൽ കല്യാണം ഉണ്ടായി. നേരം വെളുക്കുന്നവരെ ചെറുപ്പക്കാർ നിന്നിട്ട് നിരങ്ങുകയും പാട്ടുപാടുകയും കള്ളുടിക്കുകയും ചെയ്തു. ബാളം പരിസരത്തെ മനുഷ്യന്മാരെ ഉറങ്ങാൻ വരെ സമ്മതിച്ചില്ല. കൂവിയും വിളിച്ചും പാട്ടുപാടിയും കള്ളുടിച്ചു മുസ്ലിം ചെറുപ്പക്കാർ. അദ്ദേഹത്തിന്റെ പിറ്റേ ദിവസം ഒരു വേലായുധന്റെ വീട്ടിൽ കല്യാണം ഉണ്ടായി. ഒരു കുഴപ്പമില്ല. അവര് പകലിൽ പോയിട്ട് മാലിട്ട് വന്നൊരു ചോറും കൂട്ടാൻ കൊടുത്ത് കഴിഞ്ഞു, പിരിഞ്ഞു. നിങ്ങൾ അപ്പൊ സുന്നത്ത് ഇപ്പൊ ആരെ കയ്യില? ചിന്തിക്കും. നിങ്ങളതൊന്ന് പറഞ്ഞു കൊടുക്കുന്നു പറയാൻ വേണ്ടി ഇന്നെ വിളിച്ചു കുട്ടിയസന്താരിമി ഒക്കെ ഞാൻ സനത് മുത്തസിലാക്കി പറയാം. ഒക്കെ കാസിമി വിടുകയാണെന്ന് വിചാരിക്കണ്ട. കസന്താരിമ നമ്പർ അറിയണോല് ഇപ്പൊ ഉണ്ടോ? ഇപ്പഴൊക്കെ കയ്യിലുണ്ട്. വിളിച്ചു മനുഷ്യന്മാരെ. എന്നിട്ട് നമ്മളെല്ലാവരും 4 മൂല്യന്മാരും 4 നാടന്മാരും കൂടിയാൽ നമ്മൾ വയറു പറയാം, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ദുനിയാവിലെ ഏറ്റവും നല്ല സമുദായം. പറഞ്ഞേക്ക്. അതിന് ഞാനും കമ്മി വരുത്തണ്ട. അഭിമാനം പറഞ്ഞവരാരും കമ്മി വരുത്തണ്ട. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ദുനിയാവിലെ ഏറ്റവും വലിയ സമുദായം ഇപ്പോഴും നമ്മൾ തന്നെയാണ്. ഞാൻ അന്നാളിങ്ങനെ ഇരുന്നിട്ട് ആലോചിച്ചു, നമുക്ക് മാപ്പിളാന്ന് പേരിട്ട ആളെ കിട്ടുകയാണെങ്കിൽ അയാൾക്കൊരു ചായ വാങ്ങി കൊടുക്കായിരുന്നു. കാരണം ഇതൊക്കെ മുസ്ലിമീങ്ങൾ ചെയ്യാണ് എന്ന് പറയില്ലല്ലോ. മാപ്പിള എന്നല്ലേ പറയുള്ളൂ. അൽഹംദുലില്ലാ നമ്മളെ മാപ്പിളാരെന്ന് പേരിട്ടവരെ നമുക്കൊരു ചായ വാങ്ങി കൊടുക്കായിരുന്നു. അതാണ് ഇപ്പൊ ആവശ്യം. കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം قال أسلمت لرب العالمين ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. മുസ്ലിം ആവുക എന്നത് ഇബ്രാഹിം നബിയുടെ കൽപ്പനയാണ്. സയ്യിദുനാ ഇബ്രാഹിം അഭിമാനിച്ച വിഷയം ചെറുതല്ല, ഞാൻ നീട്ടുന്നില്ല. മുഅ്മിനീങ്ങളെ, ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ അനാവശ്യമായ പണസമ്പാദത്തിന്റെ പിന്നിൽ ബാപ്പമാർ പോകാതിരിക്കണം. ബാപ്പമാരുടെ ഏറ്റവും വലിയ സമ്പാദ്യം മക്കളാണെന്ന് ബാപ്പമാർ മനസ്സിലാക്കണം. ദുന്യാവ് അല്ലെങ്കിലും ഒരു തഅബിന്റെ ലോകമാണ്.
ഗൾഫ് ഇവിടെ നഷ്ടപ്പെട്ടാലും ഹിന്ദുക്കൾ മാന്യമായി ജീവിക്കും. അവർക്ക് കേരളത്തിൽ സ്വയം പര്യാപ്തതയുണ്ട്. ഗൾഫ് നഷ്ടപ്പെട്ടാലും ക്രിസ്ത്യാനികൾ സ്വതന്ത്രവും കരുത്ത്, അവർക്കും ഇവിടെ സ്വയം പര്യാപ്തരുണ്ട്. നഷ്ടപ്പെട്ടാൽ ഒറ്റ സമുദായം കൊടുക്കണം. വളരെ ചിന്തിക്കണം. ഇതിലൊക്കെ വലിയ ആശയങ്ങളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. മക്കൾക്ക് ഭക്ഷണം കൊടുക്കലല്ല ബാപ്പാന്റെ ആദ്യത്തെ കടമ. ഉമ്മാന്റെ ബാപ്പാന്റെ ആദ്യത്തെ കടമ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നല്ല. അന്ന നബിയനാ മുഹമ്മദൻ ഉലിദ ബിമക്ക വദുഫിന ബിൽ മദീന. ദീനിയായ അച്ചടക്കം നൽകുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. ചിന്തിക്കണം. അല്ലാഹു ബോധം തരട്ടെ. ചിന്തിക്കും. ബാപ്പയും ഉമ്മയും കൂടെ വളർത്തണം മക്കളെ. അത് ഉമ്മ വളർത്തിയ കുട്ടിയാണ് എന്ന് പറയും. പഴയ കാലത്ത് വലിയ വിഷമാണ് അങ്ങനെ പറഞ്ഞിരുന്നു. ഉമ്മാനെ ബാപ്പ മൊഴി ചൊല്ലുകയും ഒരു പെൺകുട്ടിയെ ഉമ്മ ഒറ്റക്ക് വളർത്തുകയും ചെയ്താൽ ആ കുട്ടിയെ 2-ാം നമ്പറായി ഗണിച്ചിരുന്നു. കാരണം എന്തേ അങ്ങനെ പറഞ്ഞിരുന്നില്ലേ? വയസ്സന്മാരെ പറഞ്ഞിരുന്നില്ലേ? ഒന്ന് പറഞ്ഞേക്ക് മനുഷ്യന്മാര് ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ല എന്നാണ് നിങ്ങളെ അഭിപ്രായമെങ്കിൽ നിങ്ങൾക്ക് മുമ്പന്നെ അന്തല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ പറയാത്തത് കൊണ്ടൊന്നല്ല. നിങ്ങൾക്ക് ദുനിയാവിൽ എന്ത് നടന്നു എന്ന് അറിയാത്തതുകൊണ്ടാണ്. അത് ഉമ്മ വളർത്തിയ കുട്ടിയാ എന്ന് പറയും. ഉമ്മ വളർത്തിയ കുട്ടിയാന്ന് പറയും. അങ്ങനെ പറയാം. ഉമ്മ ഒറ്റക്ക് വളർത്തിയ കുട്ടിയാ. ഉമ്മക്ക് ലാളന കൂടുതലാണ്. ഉമ്മ എപ്പോഴും ലാളിക്കലാണ് ഉമ്മാന്റെ താല്പര്യം. അങ്ങനെയാ. ആരും കണ്ടിട്ടില്ലെങ്കിൽ മുട്ടനാട് പോലെ വലിയതാവണവന് ഉമ്മ മുല കൊടുക്കുകയും ചെയ്യും, ഓൻ കുടിക്കുകയും ചെയ്യും. അതൊരു രീതിയാണ്. ഉമ്മ മുല കൊടുക്കും. എത്ര വരെ കൊടുക്കും? ആട് കൊടുക്കും. അയ്യയ്യേ ഇപ്പം അമ്മനെ മുല കുടിക്കുകയാണെന്ന് വേറൊരാൾ കണ്ടിട്ട് മാനം കെടുത്തുന്നവരെ കുട്ടി കുടിക്കുകയും ചെയ്യും, ഉമ്മ കൊടുക്കുകയും ചെയ്യും. ഉമ്മാൻ്റെ ലാളനയാണ്. ഉമ്മാൻ്റെ രീതി അങ്ങനെ. ഉമ്മ പാവാണ്, ഉമ്മ ലാളനയാണ്. അല്ലാതെ സാധുവിനൊന്നും അറിയില്ല. വളരെ ചിന്തിക്കണം. പാപ്പമാരാണ് ശിക്ഷണം നൽകിയിരുന്നത്. കുടുംബം കാണുന്നിടത്ത് ചാട്ടവാറ് കെട്ടിവെക്കണമെന്ന് പുണ്യനബി പറഞ്ഞിരിക്കുന്നു. കുടുംബത്തിന് എപ്പോഴും ചാട്ടവാറ് കെട്ടിവെക്കണയ്യേ, അടി അങ്ങനെ കൊടുക്കണം. വേണ്ടി എന്നാൽ അല്ല DPP ഒന്നും അല്ല റസൂലുള്ള പറഞ്ഞത്. ആട്ടാക്കി കൊടുക്കണം. പേട്ട അങ്ങനെ അട്ടിയിടണം. കുടുംബം കാണുന്നിടത്ത് ചാട്ടവാറ് കെട്ടിവെക്കണമെന്ന് പുണ്യനബി ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ചിന്തിക്കും. 2 കൊല്ലം കഴിഞ്ഞ് വരുന്ന ബാപ്പ എന്ത് ചാട്ടവാറ് കെട്ടിവെക്കാൻ? അപ്പോൾ കുടുംബത്തിന്റെ ശിക്ഷണ സാഹചര്യം ഇല്ലാതെയായിരിക്കുന്നു. ബാപ്പയുടെ പ്രധാനപ്പെട്ട ബാധ്യത മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയല്ല, ഭക്ഷണം കൊടുക്കലാണ് പ്രധാനപ്പെട്ട ബാധ്യത. എങ്കിൽ പ്രധാന ബാധ്യത നിറവേറ്റാത്ത ആൾ വിഷയത്തിൽ കമ്മി വരുത്തിയ ആളാണ് ഹബീബായ നബി എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട്? ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ മറ്റു വീടുകളെപ്പോലെ ഭക്ഷണമില്ലാത്ത വീടായിരുന്നു ഹബീബായ നബിയുടെ വീട്. കുന്നാലു മുഹമ്മദിൻ നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ശഹറൈനി മുതതാബിഈൻ. 2 മാസമൊന്നും ഹബീബായ റസൂലുള്ളാഹിന്റെ വീട്ടിൽ തീ കത്തിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ചിന്തിക്കുക. 2 മാസമൊന്നും മുസ്തഫ നബിന്റെ വീട്ടിൽ തീ കത്തിക്കില്ല. തീയിൽ കത്തിച്ച് വേവിച്ച് കഴിക്കാവുന്ന ഭക്ഷണ ധാന്യങ്ങൾ ഉണ്ടാവില്ല.
അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിൽ കമ്മി വരുത്തിയ വീടാണ് പുണ്യനബിയുടെ വീട്. പക്ഷെ ശിക്ഷണത്തിലൊരു കമ്മിയില്ല. സുബഹി നമസ്കരിച്ച് കിടക്കുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. സുബഹി നമസ്കരിച്ച് കിടക്കുന്ന ഫാത്തിമ ബീവിയുടെ